എഴുത്തുകാരനും ഫിലോസഫറും ആയിട്ടുള്ള അലൻ വാട്ട്സ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ ഒരു ചൈനീസ് ഫാർമറിൻ്റെ ഒരു കഥ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ പ്രോബ്ലം സോൾവിൻ്റെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഒരിടത്ത് ഒരു ചൈനീസ് ഫാർമർ ഉണ്ടായിരുന്നു കേട്ടോ. ചൈനയിലായിരിക്കണം, അതുകൊണ്ടാണല്ലോ ചൈനീസ് ഫാർമർ എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു കുതിര ഉണ്ടായിരുന്നു. ഈ ഒരു കുതിരേനെ പെട്ടെന്ന് ഒരു ദിവസം നോക്കുമ്പോൾ കാണാനില്ല. അപ്പോൾ ഇവരുടെ അയൽക്കാരൊക്കെ വന്ന് കൂടിയിട്ട് പറഞ്ഞു, അയ്യോ കുതിര പോയല്ലോ, ഭയങ്കര കഷ്ടമായി പോയി എന്ന് പറഞ്ഞു. അങ്ങനെ ഫാർമർ ഇങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് പിറ്റേ ദിവസം ഈ കുതിര ആ കുതിരയുടെ കൂട്ടത്ത് 2-3 കുതിരകളെയും കൂടെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഫാർമറിന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഈ അയൽക്കാരൊക്കെ പിന്നെയും വന്ന് കൂടിയിട്ട് പറഞ്ഞു, ആ നന്നായിട്ടുണ്ട്, കുതിര പോയത് എന്തായാലും നന്നായി, 2-3 കുതിരയും കൂടെ എക്സ്ട്രാ കിട്ടിയല്ലോ എന്ന് പറഞ്ഞു. പിന്നെ വേറൊരു ദിവസം ഇദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ ഈ കുതിരയെ ഓടിക്കാൻ വേണ്ടി പോയപ്പോൾ കുതിരയുടെ പുറത്തുനിന്ന് വീണിട്ട് കയ്യും കാലും ഒടിഞ്ഞു. അപ്പോൾ അയൽക്കാരെല്ലാവരും കൂടെ വന്ന് പിന്നെയും കൂടി. എന്നിട്ട് അവർ പറഞ്ഞു, അയ്യോ മോൻ്റെ കാലൊടിഞ്ഞല്ലോ, ഭയങ്കര കഷ്ടമായി പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഫാർമർ ഇങ്ങനെ ഭയങ്കര വിഷമിച്ചിരിക്കുകയാണേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കുറേ ഓഫീസേഴ്സ് വന്നു. അപ്പോൾ കുതിരയുടെ പുറത്തുനിന്ന് വീണ് കാല് ഒടിഞ്ഞത് കൊണ്ട് പാരിതോഷികമായിട്ട് കുറച്ച് പൈസ, ചെലവിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് പൈസ കൊടുക്കാനാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അയൽക്കാരൊക്കെ പിന്നെയും ഓടിക്കൂടിയിട്ട് പറഞ്ഞു, ആ മോൻ കാലൊടിഞ്ഞെങ്കിൽ എന്താ, കുറേ പൈസ കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു കഥയിൽ നിന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അയൽക്കാരായാലും നാട്ടുകാരായാലും വീട്ടുകാരായാലും എല്ലാവരും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതിലൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ്. ഒരു ദിവസം കറുത്തതാണെങ്കിൽ വേറൊരു ദിവസം വെളുത്തതായിരിക്കും. അപ്പോൾ അതോർത്ത് ദുഃഖിക്കുകയേ വേണ്ട, നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. ഹലോ എവ്രിവൺ, എൻ്റെ പേര് അലിഡ. എല്ലാവർക്കും പ്രോബ്ലം സോൾവിൻ്റെ മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെയുള്ളത് കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ബീന മാഡവും അതുപോലെ തന്നെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ നേഹ മാഡം ആണുള്ളത്. രണ്ടുപേരെയും ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു കഥയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഇങ്ങനത്തെ ഓരോ ആളുകൾ അഭിപ്രായം പറയാനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് അത് ഇപ്പോൾ നമ്മളത് ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ഒരു ടിപ്പ് പോലെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ എങ്ങനെയായിരിക്കും പറഞ്ഞു കൊടുക്കുക? നമ്മൾക്ക് പ്രോബ്ലംസ് വരുമ്പോൾ മാത്രമാണ് നമ്മൾ ജീവിതത്തിൽ വളരുന്നത്. പ്രോബ്ലംസ് ഇല്ലാത്ത സമയത്ത് വളരെ പ്ലെയിൻ ആയിട്ടുള്ളൊരു ലൈഫാണ് നമ്മൾ നയിക്കുന്നത്. അപ്പം സത്യത്തിൽ നമ്മൾ പ്രോബ്ലം വരുന്ന സമയത്ത് അതിനോട് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം എന്നുള്ള മനോഭാവം എടുക്കുന്നതിന് പകരം എൻ്റെ ജീവിതത്തിലേക്ക് വളരുവാനും ഉയരുവാനുമുള്ള അവസരങ്ങളാണ് ഇതെന്ന് വേണം പ്രോബ്ലത്തിനോടുള്ള ആറ്റിറ്റ്യൂഡ് വയ്ക്കാനായിട്ട്. അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് പകുതി പ്രശ്നം അതിൽ തന്നെ സോൾവ് ആവും. കാരണം നമുക്ക് ആ ഒരു ഡൾനെസ് ഒന്നും വരില്ല. അപ്പോൾ എപ്പോഴും പ്രശ്നങ്ങൾ വരുന്ന സമയത്തും പ്രശ്നങ്ങളുള്ള സമയത്തുമാണ് നമ്മൾ ജീവിതത്തിൽ സൈക്കോളജിക്കലി വളരുന്നത്. അങ്ങനെയാണ്, അല്ലെങ്കിൽ ഫിസിക്കലി മാത്രമാണ് നമ്മൾ വളരുന്നത്. അപ്പോൾ മാഡം പറഞ്ഞ പോലെ തന്നെ എന്താണ് പ്രോബ്ലംസ് എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവില്ലേ. അപ്പോൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രോബ്ലം സോൾവ് എന്നുള്ള ഈ ഒരു പരിപാടി നമ്മളിവിടെ ആസൂത്രണം ചെയ്ത് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഈ അടുത്തായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ വാട്സപ്പ് നമ്പറിലോട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ എപ്പിസോഡിലും എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാൻ പറ്റാറില്ല. എന്നിരുന്നാൽ പോലും ഞാൻ നിങ്ങളോട് പിന്നെയും പറയുന്നു, നിങ്ങൾ ക്വസ്റ്റ്യൻസ് അയച്ചുകൊണ്ടേ ഇരിക്കുക. നമ്മുടെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് അയക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പേര് വിവരങ്ങളൊന്നും വെളിപ്പെടുത്താൻ വയ്യ, ഒരു സ്ട്രേഞ്ചറായിട്ട് നിന്നുകൊണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് അയച്ചാൽ മതി എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന അനോണിമസ് ആയിട്ടുള്ള ലിങ്കിൽ നിങ്ങൾ തികച്ചൊരു അപരിചിതനെ പോലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അയക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഞാൻ LP സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പഴം കഴിച്ചപ്പോൾ നല്ലോണം ഛർദ്ദിച്ചു. അതിനുശേഷം പഴം കഴിച്ചിട്ടേയില്ല. ഇപ്പോഴും ശ്രമിച്ചാലും പഴം കാണുമ്പോൾ തന്നെ എനിക്ക് അറപ്പാണ്. ഹിന്ദു മതവിശ്വാസത്തിൽ കല്യാണശേഷം പാലും പഴവും കഴിപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഇതൊക്കെ പറഞ്ഞ് വീട്ടുകാർ എന്നെ കളിയാക്കും. എനിക്ക് ശരിക്കും പഴം ഇഷ്ടമല്ല. ഇത് ഫോബിയ ആണോ? ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ ആയ സമയത്ത് എനിക്ക് ഭയങ്കര ഫണ്ണി ആയിട്ടാണ് തോന്നിയത്. എന്താണ് പറയാനുള്ളത്? ഫോബിയ ആണോ? ഫോബിയ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഫോബിയ എന്ന് പറയുന്നത് എന്താണെന്ന് ആദ്യം ഡിഫൈൻ ചെയ്യാം. ഫോബിയ എന്ന് പറയുന്നത് നമുക്ക് എക്സ്ട്രീം ആയിട്ടുള്ള, നമുക്ക് എന്താ പറയുക, ലോജിക്കൽ അല്ല അല്ലെങ്കിൽ റേഷണൽ അല്ല എന്ന് തോന്നുന്ന ടൈപ്പ് ഫിയറുകളാണ്.
അതായത് പേടികളെയാണ് നമ്മൾ ഫോബിയ എന്ന് പറയുന്നത്. സോ അത്തരം ഫോബിയകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഒരു കേസിലാണെന്നുണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ടൊരു ഫുഡിനോടുള്ളൊരു പേടി, അതായത് എന്നോ ഒന്ന് കഴിച്ചതിൽ അതിന് എന്തോ ഒരു പ്രശ്നം പറ്റി, അത് കാരണം ഒരു പ്രോബ്ലം വന്നു. അപ്പോൾ അതിന് നമുക്ക് ടേസ്റ്റ് അവേർഷൻ അല്ലെങ്കിൽ ഫുഡ് അവേർഷൻ എന്നൊക്കെ പറയാം. ഫോബിയ എന്നുള്ള ഒരു രീതിയിലേക്ക് പറയണമെന്നുണ്ടെങ്കിൽ അത് അയാളുടെ ലൈഫിൽ അത്രയും ബുദ്ധിമുട്ടുണ്ടാക്കണം, ആ ഒരു രീതിയിൽ പ്രോബ്ലംസ് ഉണ്ടാക്കണം. അപ്പൊ ഇയാൾക്ക് ഇങ്ങനെ പഴം കഴിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ മീൻസ് ഇയാളെ കൊണ്ട് പഴം കഴിപ്പിക്കാൻ വല്ല മാർഗമുണ്ട്? അതിനുള്ള ചികിത്സാ രീതികളെല്ലാം ഉണ്ട്. സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു ബിഹേവിയർ തെറാപ്പി ഉണ്ട്. നമ്മൾ യൂഷ്വലി ഈ ഫോബിയയിലൊക്കെ കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. ഇത് അത്ര തന്നെ സിവിയർ അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ വഴി ഈ പ്രോബ്ലം പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനും ഒരു പെർട്ടിക്കുലർ ടൈപ്പ് പഴം എന്നല്ല, ഏത് ടൈപ്പ് പഴങ്ങൾ കഴിക്കാനും അവർക്ക് പറ്റുന്ന വിധത്തിൽ പഴം മതിയേ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുന്ന സ്ഥിതിയിലേക്കൊക്കെ കൊണ്ടുവരാം. അപ്പൊ എന്തായാലും നമുക്ക് വേറൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. എൻ്റെ ഭാര്യ എപ്പോഴും അത് ചെയ്യ് ഇത് ചെയ്യ് എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ശരിയാണ്, ഞാൻ കുറച്ച് ഉഴപ്പനാണ്, സമ്മതിച്ചു. പക്ഷേ അവൾ എൻ്റെ അമ്മയാവാൻ നോക്കുന്നത് എന്തിനാണ്? അപ്പം അമ്മയാവാൻ നോക്കുന്നു എന്നുള്ളൊരു അസംഷൻ വരുന്നുണ്ട് അല്ലേ ഇയാൾക്ക്. ഒരു പക്ഷേ അങ്ങനെ ആ ഒരു ചിന്തയിൽ നിന്ന് ആവാം ഈ ഇറിറ്റേഷൻ എല്ലാം വരുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഭാര്യ അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്ന് പറയുന്നത്? ഒരു പക്ഷേ ഭാര്യ ഒരു ഉത്കണ്ഠ കൂടുതലുള്ള ഒരാളായിരിക്കാം. അതല്ലെങ്കിൽ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാൾ. അങ്ങനെ നടന്നാലേ ജീവിതം സെറ്റ് ആവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന, നമ്മൾ ഒരു കാര്യം പറയണ്ടെങ്കിലും ചെയ്യണ്ടെങ്കിലും അതിന് പിന്നിൽ ചില ബിലീഫ്സ് ഉണ്ട് നമുക്ക്. അപ്പം ആ ഒരു ബിലീഫ്സ് ആണ് നമ്മുടെ ബിഹേവിയറിന്റെ പിന്നിലുള്ള സംഭവങ്ങൾ. ബിലീഫ്സ് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് റിലീജിയസ് ബിലീഫ്സ് അല്ല, ചില വിശ്വാസങ്ങൾ. നമുക്ക് ഇങ്ങനെ വേണം ലൈഫ്, ഇങ്ങനെ വേണം ജീവിക്കാൻ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ. അപ്പം ഇയാൾക്ക് ഇറിറ്റേഷൻ വരുന്നതിന് കാരണം ഒന്ന് ഇയാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നു, അല്ലെങ്കിൽ പുള്ളി തന്നെ പറയുന്നുണ്ട് ഞാൻ കുറച്ച് ഉഴപ്പനാണ്, സമ്മതിച്ചു. അതെ, അപ്പം വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നു, എന്നെ കുട്ടിയെ പോലെ കാണുന്നു. ചില ആളുകൾക്ക് കുട്ടികളെ പോലെ, മുതിർന്ന ആളുകൾക്ക് തന്നെ കുട്ടികളെ പോലെ കണ്ട് പെരുമാറുന്നത് ഇഷ്ടമാണ്. നമ്മളത് റിക് ബേണിന്റെ ചൈൽഡ് അഡൾട്ട് പാരന്റ് സ്റ്റേറ്റസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്കിപ്പം അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകാൻ പറ്റില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു നച്ചുറിങ് പാരന്റിന്റെ സ്റ്റൈലിൽ നിന്നിട്ട് കുട്ടികൾക്ക് കൊടുക്കണ പോലത്തെ കെയർ മുതിർന്നവർക്ക് കിട്ടുകയാണെങ്കിലും അതിലിപ്പോൾ ഒരു സ്പൗസ്, ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ, ഇപ്പം ഇവിടുത്തെ ഭർത്താവിന് അങ്ങനെ ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ ഒരു പക്ഷേ ഭാര്യ കൊടുക്കുന്ന കെയർ അയാൾക്ക് വലിയ ആശ്വാസമായിരിക്കും. ചില ആളുകൾക്ക് കുറച്ചുകൂടി അഡൾട്ട് സ്റ്റാറ്റസിൽ പെരുമാറുന്നതായിരിക്കും ഇഷ്ടം. അതായത് എൻ്റെ സ്വാതന്ത്ര്യം നീ അതിൽ ഇടപെടൊന്നും വേണ്ട. അപ്പം അങ്ങനെ വരുന്ന ആൾക്കാരാവുമ്പോൾ അവർക്ക് ചിലപ്പം ഇങ്ങനെയൊന്നും പറയുന്നത് ഇഷ്ടമുണ്ടാവണമെന്നില്ല. അതല്ലെങ്കിൽ റിപ്പീറ്റഡ്ലി പറയുന്നുണ്ടാവാം. അപ്പം ചില ആൾക്കാരുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അവരോട് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞവർക്ക് ചെയ്യാൻ ഇഷ്ടമല്ല. അപ്പൊ അവരൊരു ഓപ്പോസിറ്റ് നെഗറ്റീവ് ബിഹേവിയർ കാണിക്കും. അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷെ പറഞ്ഞില്ല, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം മാത്രം പറഞ്ഞ് നിർത്തുകയാണെങ്കിൽ അവർ ചെയ്യുമായിരിക്കും. പക്ഷെ ആവർത്തിച്ച് പറയുന്ന നേരം അത് ഞാൻ ചെയ്യുന്നില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോവുകയും അത് ഒരു കോൺഫ്ലിക്റ്റിലേക്ക് പോവുകയും ഇവരോടൊരു ദേഷ്യം വന്ന് തിരിച്ച് അങ്ങോട്ട് നിയന്ത്രിക്കാനായിട്ടുള്ള ഒരു പ്രവണത കാണിക്കുകയും അവർ തമ്മിൽ ചില ചെറിയ ചെറിയ സ്വരച്ചേർച്ചകളും വഴക്കിലേക്കൊക്കെ അത് പോകാനും ഒക്കെ കാരണമാവാം. അപ്പൊ ഇതിനൊക്കെ പിന്നിൽ ഇത്രയും സൈക്കോളജിസ്റ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു മാം എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴാണ് മനസ്സിലാവണേ. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം.